അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയുന്നത് തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചും തുടർച്ചയായി തഹജ്ജുദ് നിസ്കരിച്ചാൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ്. ഇശാ നിസ്കാര ശേഷം ഒന്നുറങ്ങി എഴുന്നേറ്റാൽ തഹജ്ജുദ് നിസ്കരിക്കാവുന്നതാണ്. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഏറ്റവും കുറഞ്ഞത് 2 റക്അത്ത് നിസ്കരിക്കലാണ്. എല്ലാ രാത്രിയിലും 2 റക്അത്തെങ്കിലും പതിവായി നിസ്കരിക്കൽ വലിയ സുന്നത്താണ്. പതിവായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ ഇടയ്ക്ക് വെച്ച് നിർത്തൽ കറാഹത്താണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് രാത്രിയുടെ പകുതിക്ക് ശേഷമാണ്. കഴിയുന്നതും വളരെ വൈകി നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തഹജ്ജുദ് നിസ്കരിച്ചാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. അതിലെ 10 ഞാനിവിടെ പറയാം. 1. നമ്മുടെ മുഖം തിളക്കമുള്ളതാകുന്നു. മുഖത്തിന് നല്ല പ്രകാശം വരുന്നു. 2. രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കപ്പെടുന്നു. പലവിധ അസുഖങ്ങളെ തൊട്ടും അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുന്നതാണ്. 3. മാനസിക പിരിമുറുക്കങ്ങൾ കുറയുന്നു. 4. ജീവിതത്തിൽ സമാധാനം, സന്തോഷമുണ്ടാകുന്നു. 5. ഏതൊരു കാര്യം തുടങ്ങുന്നതിനും ജോലി ചെയ്യുന്നതിനുമൊക്കെയുള്ള അലസത, അതായത് മടി മാറുന്നു. 6. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാൻ തഹജ്ജുദ് നിസ്കാരം നമ്മെ സഹായിക്കുന്നു. 7. തെറ്റുകളിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടുന്നു. പലവിധ തെറ്റുകളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകുന്നു. കാരുണ്യവാനായ റബ്ബിനോടും ജനങ്ങളോടും നന്ദിയുള്ളവരായി മാറുന്നു. 9. നരക ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുന്നു. 10. തഹജ്ജുദ് നിസ്കരിക്കുന്നവൻ്റെ പദവി കാരുണ്യവാൻ ഉയർത്തി കൊണ്ടുവരുന്നു. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ തഹജ്ജുദ് നിസ്കാരം കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കുവാൻ ശ്രമിക്കുമല്ലോ. പരമകാരുണ്യവാനായ റബ്ബ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കാരുണ്യവാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ.